കെ മുരളീധരൻ ഒരു ജാഥയുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹം അതിൽ പങ്കെടുക്കാതെ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആരെ? കെ മുരളീധരൻ. അപ്പോൾ അങ്ങനെ ജാഥകൾ നയിച്ചു വരുമ്പോൾ അതിന് സംഗമത്തിൽ ക്യാപ്റ്റന്മാരില്ലാത്ത അവസ്ഥ വരുമ്പോൾ അത് എങ്ങനെ ഒരു പ്രതിപക്ഷമായിട്ട് മാറും? അല്ലല്ല, അത് ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങളല്ല, മുരളീധരൻ പോയതാണ്. അല്ല, പറയട്ടെ, ഇതെന്ന് പറയുന്നത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വലുതാക്കി മാറ്റുകയാണ്. മനസ്സിലായോ? വലുതാക്കി മാറ്റുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കോൺഗ്രസ് പാർട്ടിയിലില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കാണും. എനിക്കുണ്ട് വ്യത്യസ്ത അഭിപ്രായം, അതൊക്കെ പറയും. എന്നാലും ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ ഇങ്ങനെ ഒരു സർക്കാരുമായി അവസാന ഒരു പോരാട്ടത്തിലേക്ക് പോകുന്ന സമയമാണല്ലോ. തദ്ദേശ ഇലക്ഷൻ വരുന്നു, മറ്റ് ഇലക്ഷൻ വരുന്നു. ഈ സമയത്ത് ഇതാണോ കോൺഗ്രസ് ചർച്ചയാകേണ്ട വിഷയം? പ്രധാനമായി ഒരു യാത്ര നടത്തുമ്പോൾ യാത്ര പോലും അവസാന നിമിഷം സംഗമത്തിന്റെ ശോഭ കെടുകയല്ലേ? ജനാധിപത്യ പാർട്ടിയിൽ എല്ലാ വിഷയവും ചർച്ചയാകും. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എന്നാലും ഇതൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇലക്ഷനെ നേരിടും. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട. അങ്ങായാലും ഒരു ജാഥ നയിച്ച് മുന്നോട്ട് വരുമ്പോൾ പെട്ടെന്ന് ക്യാപ്റ്റനെ കാണാതായ എന്താ അവസ്ഥ? ശരി, അതെന്തൊരു ചോദ്യം? അദ്ദേഹത്തിന് വലിയ അത്യാവശ്യം ഉണ്ടായിട്ട് അദ്ദേഹം പോയതായിരിക്കും. അത് നിങ്ങൾ ഈ പറഞ്ഞ ഞാനിപ്പോൾ ഈ മീറ്റിംഗ് നേരത്തെ ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾ എന്നിട്ട് പറയാ കുര്യൻ പണങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഇതിന് അങ്ങ് വളരെ പക്വതയോടെയാണ് അതിന് മറുപടി പറയുന്നത്. നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ചോദ്യമാണ്. പക്ഷേ ഇത് പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന അതിന്റെ ഒരു ക്യാപ്റ്റനായ ആളോട് ചോദിക്കുമ്പോൾ അയാൾ ക്ഷുഭിതനായി പോവുകയാണ്. അങ്ങനെയാണോ? ശരി, ഇപ്പോൾ അത് നല്ല കാര്യമല്ലോ. അല്ല, മറുപടി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് നല്ല വാർത്തയാലോ. നല്ല വാർത്തയല്ല, മറുപടി ഇല്ല. എന്ത് പറഞ്ഞാൽ എതിരില്ലെന്നല്ലേ അതിനർത്ഥം. കോൺഗ്രസ്സുകാരെല്ലാം ഉത്തരം പറയുന്നത്. ഇവിടെ രാജ്യദ്രോഹം നമുക്ക് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉത്തരം പറയുന്ന ഏതെങ്കിലും പാർട്ടി ഉണ്ടോ? എല്ലാരും പറയുന്നില്ലയോ? ഞാൻ പറയുന്നില്ലയോ? പറയട്ടെ, പ്രതിപക്ഷ നേതാവിന് മറുപടി പറയാനും ചിലപ്പോൾ പറയാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. അത് യുക്തമായിട്ടുള്ളത് പുള്ളി ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഓപ്ഷനാണ്. മറുപടി പറയണോ പറയണ്ട എന്നുള്ളത് അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നത് ശരിയാണ്.